ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 കമ്പോണൻറ്റുകളാണുള്ളത്. ഒന്ന് നമുക്കൊരു ഐക്കൺ ഉണ്ട്, പിന്നെ അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ആകുമ്പോൾ അതിനെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞൊരു എഫക്റ്റ്, അതാണ് ഈ ടെക്സ്റ്റിൻ്റെ നടുക്കിലൂടെയുള്ള ലൈനിനെ സ്ട്രൈക്ക് ത്രൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നീട് നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റഡ് അല്ലാത്ത ടാസ്കുകൾ. അപ്പോൾ ഞാൻ ക്വിക്കിലി ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഈ ഐക്കൺസ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഈ ഐക്കൺസ് എല്ലാം ഇമോജീസ് ആണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ഐക്കൺ പാക്കേജോ അല്ലെങ്കിൽ ഇത് ചെയ്ത ഡിസൈനർ ക്രിയേറ്റ് ചെയ്ത ഐക്കൺസോ അല്ല. നമ്മളായാലും ഇപ്പോൾ ഈ ഒരു ഈ ഒരു നമ്മൾ സ്ക്രീനിൻ്റെ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ചെക്ക് ബോക്സ് ഒക്കെ ഞാൻ തന്നെ എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇതൊരു ബേസിക്സ് പഠിപ്പിക്കുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരേ ഡിസൈൻ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ ഒന്നും ഇല്ലാതെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു റിസോഴ്സും ഇല്ലാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു അപ്രോച്ചും കൂടിയാണിത്. എങ്ങനെ നമുക്ക് വേറെ തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒന്നും ഉപയോഗിക്കാതെ ഒരു ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഈ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കസ്റ്റമൈസ് കാറ്റഗറീസ്. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്തത് ബ്ലാക്ക് കളറിലാണ്, പക്ഷെ അത് ബ്ലാക്ക് കളറിലല്ല. എനിക്ക് തോന്നുന്നു ഫോണ്ട് സൈസും നമ്മൾ 12 ആണ് ഡിഫോൾട്ടായിട്ട് ഫോണ്ട്. അതൊരു 14 ഇത് വെച്ച് നോക്കാവുന്നതാണ്. എനിക്കാണ് ഒരു 16 ഒക്കെ ആയിരിക്കും. 16 കൂടുതലാണെന്ന് തോന്നുന്നു. 15 ഓക്കെ, ഓൾമോസ്റ്റ്. മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് എക്സാക്ട്ലി ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എക്സാക്ട്ലി അതുപോലെ നമുക്ക് ഇവിടെ വരണമെന്നില്ല, ഫോണ്ട് സെയിം അല്ലാത്തതുകൊണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പോണൻറ്റ്, അതായത് നമുക്കിപ്പോൾ ഈ ചെക്ക് ബോക്സ് തന്നെ എടുക്കണം. പിന്നീടുള്ളത് നമുക്കൊരു ഐക്കണാണ്. ഒരു ഐക്കൺ തന്നെ, അത് ക്ലിക്ക് ഉണ്ടായിരിക്കും. നമുക്ക് എക്സാക്റ്റ് ഐക്കൺ തന്നെ ഇമോജീസിന് കിട്ടി. അപ്പോൾ നമ്മുടെ ഒരു ഗസ് കറക്റ്റ് ആയിരുന്നു, അതൊരു ഇമോജി ആയിരുന്നു. നമ്മൾ ഇതെല്ലാം നമ്മൾ സെൻറ്റർ അലൈൻ ചെയ്യുന്നു. സെൻറ്റർ അലൈൻ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കമ്പോണൻറ്റും കൂടി ഷിഫ്റ്റ് വെച്ച് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ അലൈൻമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ്റെ ഡിവൈഡറാണ് ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിവൈഡറിൻ്റെ സൈസ് നമുക്ക് അപ്രോക്സിമേറ്റ് എത്രയാണെന്ന് അറിയാനായിട്ട് ഞാനൊരു ബോക്സ് വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു 56, നമുക്കൊരു 56 എടുക്കാം. അതായത് രണ്ട് ഡിവൈഡറും തമ്മിലുള്ള സ്പേസ്. അപ്പോൾ ഡിവൈഡർ ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോൾ എടുക്കുന്നു, ഷിഫ്റ്റ് വെച്ച് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ കറൻ്റ് വൈറ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു തൽക്കാലം ഗ്രേ 200 എന്ന് പറഞ്ഞ കളർ നമുക്ക് പിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ റഫിലാണ് ഇത് വരച്ചത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളോട് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ടച്ച് ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ പെൻ ടൂള് ഇത് ഇവിടെ വെച്ച് നമുക്ക് സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സ്ട്രോക്ക് വിത്ത് റൗണ്ടഡ് എഡ്ജാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അറ്റത്തോട്ടാക്കുമ്പോൾ പുറത്തോട്ട് ചാടിയ പോലെ ഒരു ഇത് വരുന്നത്. അത് നമ്മൾ സ്ട്രെയിറ്റ് സ്ക്വയർ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ പിന്നെ സെൻറ്റർ മാറ്റി നമുക്ക് ഇൻസൈഡ്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മാനുവലി അതിൻ്റെ സൈസ് എൻ്റർ ചെയ്ത് 358. ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതേ വിഡ്ത്താണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് താഴെ വയ്ക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തായിരുന്നു, ഇത് 56 ആണ് രണ്ട് തമ്മിൽ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഓൾട്ട് പിടിച്ച് ഒരു ഡിവൈഡറിൽ നിന്ന് മറ്റൊരു ഡിവൈഡർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 78 ആണ്. അപ്പോൾ വളരെ കൂടുതലായി പോയി. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഞാൻ അത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. 60 to 58 ആയി. അതിന് ഇതിന് ഞാൻ തൽക്കാലത്ത് ഞാൻ അതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കമാൻഡ് G എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇതെല്ലാം കൂടി സെലക്ട് ചെയ്ത് ഇതിനൊരു ഗ്രൂപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ സെൻറ്റർ ലൈൻ ചെയ്യുന്നു. നമുക്കിപ്പോൾ ഏകദേശം ഇതുപോലത്തെ തന്നെ ഒരു UI ക്രിയേറ്റ് ആയി. ഞാൻ റഫലി അതിനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഈ ചെക്ക് ബോക്സിലെ ചെക്ക് എടുത്ത് കളഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ ഒരു കളർ നമ്മുടെ പ്രോഗ്രസ് ബാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രസ് ബാറിലുള്ള അതേ കളർ നമുക്ക് പിക്ക് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ബ്ലാക്ക് കളറിലാണുള്ളത്. പക്ഷേ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കളർ ബ്ലാക്ക് അല്ല, ഒരു ഡാർക്ക് ബ്ലൂ ആണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞ കളർ തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്നേ ആ കളർ സേവ് ചെയ്തിട്ട് വേണം നമുക്കത് അപ്ലൈ ചെയ്യാം. ഇനി ആകെ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈ ഐക്കൺസ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. നമ്മൾ എല്ലാ ഐക്കണും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഞാൻ മാക്കാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇമോജീസ് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ എക്സാക്ട്ലി നമുക്ക് അതേ ഒരു ഡിസൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു മോർ ദാൻ ഹാഫ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഹൈഡ് ദിസ് വിഡ്ജറ്റ്. അപ്പോൾ ആ ബട്ടൺ അത് ബേസിക്കലി ഒരു ടെക്സ്റ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഹൈഡ് ദിസ് വിഡ്ജറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് ഇതിലും സ്മോൾ ആണ്. ഇപ്പോൾ നമ്മൾ ഇത് ഇപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒബ്ജക്റ്റുകളെല്ലാം ഗ്രൂപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒബ്ജക്റ്റുകളിലെ ഉള്ളിലെ ഏതെങ്കിലും ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൺട്രോൾ ക്ലിക്ക് അല്ലെങ്കിൽ കമാൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സ്റ്റിൽ ഇതൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അൺഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാനത് ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് തന്നെ ഇത് എന്താണ് ഫോണ്ട് സൈസ്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് 15 ആണ്. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഓക്കെ ഇത് 15 ആണെങ്കിൽ ചിലപ്പോൾ ഇതൊരു 8 or 9 ആയിരിക്കും. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. 9 ഭയങ്കര ചെറുതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 12 ഇട്ടിപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു സൈസ് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇനി നമുക്കതൊരു സെമി ബോൾഡ് ഫോണ്ട് ആക്കാം. കളർ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ ഈ കളർ നമ്മൾ ഈ ഡിസൈനിൽ നമ്മൾ ഇതുവരെയായിട്ട് യൂസ് ചെയ്തില്ല. പക്ഷെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കളർ ഇനി വീണ്ടും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് സേവ് ചെയ്യാം. പിന്നെ ഈ ബട്ടൺ എനിക്കതിനിടെ പേഴ്സണലി ഈ ബട്ടൺ അലൈൻ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോർമലി ഒന്നല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ അലൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ എഡ്ജിൽ അലൈൻ ചെയ്യുക. പക്ഷേ നമ്മൾ എടുത്ത റെഫറൻസിൽ എന്തോ ഒരു അലൈൻമെൻറ്റ് ഇഷ്യൂ കാരണമാണ് തോന്നുന്നത്. അത് റാൻഡം പ്ലേസിൽ തന്നെ ആയിരിക്കണം. ഞാനാണെങ്കിൽ ചിലപ്പോൾ അത് അലൈൻ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ഈ ടെക്സ്റ്റുകളുടെ കൂടെ ആയിരിക്കും ഇങ്ങനെ. പക്ഷേ നമുക്ക് അവർ ചെയ്ത പോലെ തന്നെ ചെയ്യാം. കുറച്ച് നീക്കി ഇങ്ങനെ ഒരു പ്ലേസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു മേജർ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കലണ്ടറും ഇതിൻ്റെ നാവിഗേഷൻ ബാറുമാണ്.